ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. മറ്റത്തൂരിൽ ഒത്തുതീർപ്പ്. അയഞ്ഞ് വിമതർ. പാർട്ടി ആവശ്യപ്പെട്ടാൽ രാജിവെക്കാമെന്ന വൈസ് പ്രസിഡന്റ് നൂർജഹാൻ. അതേസമയം പ്രസിഡന്റ് പദത്തിൽ നിയന്ത്രണമില്ലെന്ന് വിമതർ പറയുന്നു. ഇന്നു തന്നെ തീരുമാനമുണ്ടായേക്കും. ജെയ്സൺ ചമോളപ്പിൽ തൃശൂരിൽ കോൺഗ്രസിനെ വെട്ടിലാക്കിയതാണ് മറ്റത്തൂരിലെ വിമത സ്ഥാനാർത്ഥികളുടെ നീക്കം. അതിപ്പോൾ വിമതർ തന്നെ തിരുത്തുകയാണ്. പേരുദോഷമുണ്ടായി, മറ്റത്തൂർ മോഡൽ എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. അത് വലിയ വിവാദമാവുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസിനെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കിയ തീരുമാനമാണ് വിമതർ കൈക്കൊണ്ടത്. ഇപ്പോൾ വിമതർ എല്ലാവരും ഒറ്റക്കെട്ടായി KPCC പറഞ്ഞതനുസരിച്ച് കോൺഗ്രസിന്റെ നിലപാടിലേക്ക് മടങ്ങി വരികയാണോ? അരുൺകുമാർ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധി വന്നതോടുകൂടി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിനെ വലിയ രീതിയിൽ വെട്ടിലാക്കിയിരുന്നു മറ്റത്തൂർ വിഷയമാണ് ഇപ്പോൾ ഒത്തുതീർപ്പിലേക്ക് എത്തുന്നത്. നമുക്ക് ആ ചന്ദ്രന്റെ ഓഡിയോ സന്ദേശം തന്നെ കേൾപ്പിക്കാൻ കഴിയുമെന്ന് കരുതുന്നു. ഏത് തീരുമാനവും അംഗീകരിക്കാമെന്ന നിലപാടിലേക്ക് ഇപ്പോൾ വിമതർ എത്തിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച് റോജി എം ജോൺ MLAക്ക് വിമതർ ഉറപ്പ് നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചർച്ചയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിമതർ മുന്നോട്ട് വെച്ചിരുന്നത് DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി വേണം, ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചത് അവർക്കാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം അവർ പിന്നോട്ട് പോയിരിക്കുന്നു. ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പിലേക്ക് എത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിനുള്ള പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ സംബന്ധിച്ച വലിയ പ്രശ്നങ്ങൾ ഉയർന്നിരുന്നു. ചില നേതാക്കൾ തന്നെയാണ് ഈ വിഷയത്തിൽ ഇത്രയും മോശമാക്കുന്ന സ്ഥിതി ഉണ്ടാക്കിയതെന്ന ആരോപണം ഉയർന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള നേതാക്കളെ കൂടി മുൻനിർത്തിക്കൊണ്ട് നടത്തിയ ഒരു നീക്കത്തിനൊടുവിലാണ് ഇപ്പോൾ പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച നൂർജഹാനാണ്. നൂർജഹാനെ രാജിവെപ്പിക്കാൻ തയ്യാറാണെന്ന് റോജി എം ജോൺ MLA അറിയിച്ചിരിക്കുന്നു. പാർട്ടി പറയുന്ന ഏത് തീരുമാനവും അംഗീകരിക്കും. അതേസമയം വിമത സ്ഥാനാർത്ഥിയായി വിജയിച്ച ടെസി പ്രസിഡന്റ് ആയിട്ടുണ്ട്. അവർക്ക് മുകളിൽ തങ്ങൾക്കൊരു നിയന്ത്രണമില്ല എന്നത് ഒരു ശരി തന്നെയാണ്. സാങ്കേതികമായും അവർ ഒരുപക്ഷെ അനുസരിച്ചേക്കില്ല. പക്ഷേ കൈപ്പത്തിയിൽ മത്സരിച്ച് വിജയിച്ച എല്ലാവരെയും രാജിവെപ്പിക്കാൻ തയ്യാറാണെന്ന് റോജി എം ജോൺ MLA ഇതിന്റെ ചുമതലയുണ്ടായിരുന്ന റോജി എം ജോൺ MLA അറിയിച്ചിരിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ റോജി എം ജോൺ MLA ഇന്ന് തന്നെ സംബന്ധിച്ച തീരുമാനം അറിയിക്കാമെന്ന് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള മുൻ DCC ജനറൽ സെക്രട്ടറി അച്ചടക്ക നടപടി നേരിട്ട മുൻ DCC ജനറൽ സെക്രട്ടറി ചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് വിവരം നൽകിയിരിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ ഈ പ്രഖ്യാപനം ഉണ്ടായേക്കും. മറ്റത്തൂരിൽ വലിയ പ്രതിസന്ധി കോൺഗ്രസ് നേരിട്ടിരുന്നു. നേരിട്ടതിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു പരിഹാരം എന്ന് പറയാൻ കാരണം നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ച പോലെ നാറാനുള്ളതെല്ലാം മാറിക്കഴിഞ്ഞു എങ്കിൽ പോലും തെരഞ്ഞെടുപ്പിലെ നേരിടാൻ നിൽക്കുന്ന സമയത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ നിൽക്കുന്ന സമയത്ത് ഒരു താൽക്കാലികമായ ഒരു ആശ്വാസം കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പാർട്ടിയിലെ ജില്ലയിലെ നേതാക്കൾ തമ്മിലുള്ള തമ്മിലടിയും അതുപോലെ തന്നെ വിഭാഗീയതയുമാണ് ഇത്തരമൊരു വിഷയം കൂടുതൽ വഷളാക്കിയതെന്നാണ് KPCC നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇതിന് പങ്കുവച്ച പ്രധാന ആളുകളെ തന്നെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ അടിയന്തരമായ നീക്കത്തിലാണ് ഇപ്പോൾ പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. TM ചന്ദ്രൻ തന്നെ നമ്മോട് പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണം നമുക്ക് നൽകാവുന്നതാണ്. എനിക്ക് തോന്നുന്നു അല്പസമയത്തിൽ നമുക്ക് ആ ഓഡിയോ പ്രേക്ഷകർക്ക് നൽകാം. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. പക്ഷേ ജെയ്സൺ, എൻ്റെ സംശയം അതല്ല, വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നൂർജഹാൻ രാജിവെക്കുന്നു, ശരി. പക്ഷേ ബാക്കി അംഗങ്ങളും രാജിവെച്ചാൽ അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കില്ലേ? തൽസ്ഥാനത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നാണ് രാജി, അംഗത്തിൽ നിന്നല്ല രാജി. അതായത് പഞ്ചായത്ത് അംഗം നിലയിലല്ല രാജിവെക്കുന്നത്. സ്വാഭാവികമായും കൈപ്പറ്റിയിൽ ജയിച്ചു വന്നവരാണ്. അവർക്ക് ആ സ്ഥാനം അംഗത്വം രാജിവെക്കേണ്ട കാര്യമില്ല. പക്ഷേ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് BJPയുടെ കൂടി പിന്തുണയോടുകൂടി അധികാരത്തിലേറിയതാണ്. അതുകൊണ്ട് തന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച വൈസ് പ്രസിഡന്റായി നൂർജഹാൻ വിജയിച്ചത് BJPയുടെ 4 അംഗങ്ങളുടെ പിന്തുണ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ BJP പിന്തുണ തങ്ങൾക്ക് വേണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്രയും ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം.